സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിനങ്ങൾ പിറന്നു വീഴുമ്പോഴും പോസിറ്റീവ് ചിന്തകളുമായി അന്നത്തെ ദിവസം നമ്മൾ തള്ളി നീക്കുകയാണെങ്കിൽ നമ്മുടെ ദിവസങ്ങളുടെ പട്ടികയിലേക്ക് നല്ലൊരു ദിവസത്തെ നമുക്ക് എഴുതി ചേർക്കാം. അങ്ങനെ എഴുതി ചേർക്കാൻ പോകുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. രാവിലെ തന്നെ ഷോപ്പിലേക്ക് കുറച്ച് ചെടികളൊക്കെ നമ്മൾ നട്ട് തയ്യാറാക്കി. അതിനുശേഷം കിച്ചണിലേക്ക് ചെന്ന് മുട്ടക്കറിയും പൊറോട്ടയാണെന്ന്, അതുകൊണ്ട് തന്നെ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. സവോള നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി അതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു 3-4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് നടുകെ ഛേദിച്ചതിന് ശേഷം നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ സവോളയും പച്ചമുളകും കൂടെ നന്നാക്കി വഴറ്റിയെടുക്കാം. സവോള നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കൊരല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി വഴന്നതിന് ശേഷം നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു പൊടിക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ കുരുമുളക് എല്ലാം കൂടെ അമ്മിയിൽ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മിക്സ് ആയിട്ടല്ലാതെ പരുപരുപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ മസാലക്കൂട്ടിലേക്ക് ചേർത്തതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നല്ല തേങ്ങ അരച്ച് കുറുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയിലേക്കും പൊറോട്ടയിലേക്കും അതുപോലെ പത്തിരിയിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് എൻ്റെ ചെടികളെ ഒന്ന് കണ്ടു നോക്കാം. കുറേ ദിവസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ ചെടികളൊന്നും കാണിക്കാറില്ലല്ലോ. ഷോപ്പിൻ്റെ തിരക്കുകളിലാണെങ്കിലും എൻ്റെ ചെടികൾ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ചില സമയത്ത് ഞാൻ രാത്രി വന്നതിന് ശേഷമൊക്കെയാണ് ചെടികൾ നനച്ചു കൊടുക്കാറുള്ളത് കേട്ടോ. റോസാ ചെടിയൊക്കെ ഇപ്പോൾ ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെയിൽ തട്ടുന്ന ഭാഗത്ത് തന്നെയാണ് ഞാൻ റോസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ യൂഫോർബിയ ചെടികളും പൂക്കളൊക്കെ തരാൻ തുടങ്ങി. നല്ല ചൂടുകാലമായല്ലോ, ഇനി പൂക്കളുടെ ഒരു കാലഘട്ടം തന്നെയാണ്. ചട്ടികളൊക്കെ വൃത്തികേടായിട്ടുണ്ട്. ഇനി ചട്ടികളൊക്കെ പെയിൻറ്റ് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തിട്ട് വേണം. അതേപോലെ തന്നെയാണ് കോളിയോസ് പ്ലാന്റും. പെട്ടെന്ന് ആയുസ് തീർന്നു പോകുന്നൊരു ചെടിയാണല്ലോ. നല്ല ഹെൽത്തി ആയി വരുന്ന സമയത്തായിരിക്കും അവക്ക് ഫ്ലവർ വരുന്നത്. ഓരോ ചെടി നശിക്കാനുള്ള സമയമാകുമ്പോഴേക്കും പുതിയ കമ്പുകൾ നട്ട് ചെടികൾ ഉണ്ടാക്കി എടുക്കേണ്ടി വരുന്ന രീതിയാണ് കോളിയോസിനുള്ളത്. അതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് നശിച്ചു പോയൊരു ചെടിയായിരുന്നു ബിഗോണിയ. എന്നാലും പറമ്പിൽ നിന്ന് ഒരു ചെറിയ തൈ എനിക്ക് കിട്ടി. അതിൽ നിന്ന് പിന്നീട് ഞാൻ വളർത്തിയെടുത്തതാണ്. ഇപ്പോൾ നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. സിങ്കോണിയം ഞാൻ അതുപോലെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. ഇനി അതിലേറെയൊക്കെ ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ നെയിം എനിക്കറിയില്ല. ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ചട്ടി നിറയെ തിങ്ങി വളരുന്ന, എന്നാലും ഇതിനും ഒരല്പം ആയുസ് കുറവുള്ള ചെടിയാണ്. റെഡും യെല്ലോയും ഒക്കെ ചേർന്ന് കൊല കൊലയായി പൂക്കുന്നൊരു ചെടിയാണിത്. ചെടികളുടെ ഇടയിൽ നിന്ന് കിട്ടിയ ആശാനാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, ഗ്രീൻ കളറിലാണ്. നല്ല ഭംഗിയുണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ കേട്ടോ. ഇത് ഫെലഡൻഡ്രോൺ ആണ്. എല്ലാവർക്കും പരിചയമുള്ള ചെടിയാണ് കേട്ടോ. കെയിൻ ബിഗോണിയ അഥവാ ഏഞ്ചൽ വിങ് ബിഗോണിയ എന്നൊക്കെ പറയുന്ന ചെടികളാണിത്.
ഏത് സമയത്തും നമുക്ക് പൂക്കൾ തരുന്ന ചെടികളാണ്. ഇവയിലൊരു 6 വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. അതിനിടയിൽ വിടരാൻ വെമ്പുന്നൊരു പൂമൊട്ടുമായി പിങ്ക് ആന്തൂറിയം. ഇത് വലിയ ഫ്ലവർ തരുന്ന ആന്തൂറിയാണ് കേട്ടോ. തൊട്ടപ്പുറത്തായിട്ട് തന്നെ റെഡ് പൂക്കളുള്ള ബിഗോണിയ ചെടിയുണ്ട്. പൂക്കൾ കൊണ്ട് തണ്ടുകൾക്ക് താങ്ങാൻ കഴിയാതെ ഒടിഞ്ഞു വീഴുന്ന രീതിയാണ് ഈ ഒരു ബിഗോണിയക്കുള്ളത്. അത്രയും നേർത്ത തണ്ടുകളാണ് ഇതിനുള്ളത്. ഏകദേശം വളർന്ന് ഉയരത്തിലാവുന്ന സമയത്ത് കമ്പ് കുത്തി കൊടുത്ത് അതിൽ കെട്ടി നിർത്താറാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇത് പുതിയ ചെടിയാണ്, അതുകൊണ്ട് ഞാൻ കമ്പ് കൊടുത്തിട്ടില്ല. കമ്പ് കൊടുക്കേണ്ട സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ, നല്ല റെഡ് കളറാണ് കേട്ടോ. ഇനിയുള്ളത് ഈ ഒരു ബിഗോണിയാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും വളർത്താൻ പറ്റിയ ഒരു ബിഗോണിയാണ്. നല്ല സ്പ്രെഡ് ചെയ്ത് ചട്ടി നിറയെ തിങ്ങി വളരുന്ന ഒരു ബിഗോണിയാണ്. ഇനി നമുക്ക് കുട്ടൂനെ ഒന്ന് കണ്ടു നോക്കാം. അവന് രാവിലെ എന്നെ കൂട്ടുന്ന് ഇറക്കാനുള്ള തെത്രപ്പാടിലായിരുന്നു. അപ്പോൾ അവനെ കൂട്ടുന്ന് ഇറക്കിയിട്ടുണ്ട്. നമുക്ക് നല്ല സമയമുള്ളപ്പോഴല്ലാതെ ഇവനെ താലോലിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് തന്നെ അവന് പരാതിയാണിപ്പോൾ. എന്തായാലും കുറച്ച് സമയം അവന് വേണ്ടി ചിലവഴിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടയിൽ സ്കൂള് പോകുന്നവരൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് കേട്ടോ. സ്കൂളിൽ പോകുന്നവരൊക്കെ നോക്കി കുട്ടു ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലയിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിവിയെയും നമ്മൾ പുറത്ത് വിട്ടിട്ടുണ്ട്. അവൾ ഇവിടെ തനിച്ച് കളിക്കുന്ന തിരക്കിലാണ്. നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നതും കൊഞ്ചി നടക്കുന്നതൊക്കെ കുട്ടുവാണ് കേട്ടോ. തലയിൽ ഉഴിഞ്ഞു കൊടുക്കുക, അതുപോലെ ഈർന്നു കൊടുക്കുക, ഇതൊക്കെ ഇവന് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഇവരെയൊക്കെ വളർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, നമ്മൾ ചെടികൾ വളർത്തുന്നത് പോലെ തന്നെയാണ്. അതിലേറെ സന്തോഷമാണ് നമുക്ക് ഇവരോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ കിട്ടുന്നത്. ഇന്നത്തെ കാലം മനുഷ്യർക്ക് പോലും ഇത്ര സ്നേഹം കാണിക്കാൻ കഴിയില്ല. ഇവർ നമ്മളെ ഷോപ്പടച്ച് രാത്രി വരുന്ന സമയം വരെ നമ്മളെ കാത്തിരിക്കുകയാണ് പതിവ്. രാവിലെ അതുപോലെ തന്നെ നമ്മൾ എണീറ്റ് വരുന്നതും കാത്ത് കൂടിൻ്റെ വക്കത്തിരിക്കും. ഫുഡിന് വേണ്ടി മാത്രമല്ല കേട്ടോ, അവൻ ഇതുപോലെ മടിയിൽ ചേർന്ന് കിടക്കാനും നമ്മളെ ഉമ്മ വെക്കാനൊക്കെ വലിയ തിരക്കാണ്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇവരെ അടുത്ത് എത്താനൊരു കൊതിയാണ്. ഇവള് അവനെപ്പോലെ അല്ല, ഒരല്പം വികൃതി കൂടുതലുള്ള കൂട്ടത്തിലാണ്. വികൃതിയുടെ മെയിൻ ആളാണ് കേട്ടോ ഇവളാണ് കുട്ടുവിനെ അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ കുട്ടു, കുഞ്ഞീവി ഒക്കെ ആയിട്ട് നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. ഇത്രയൊക്കെ ചെയ്ത് സപ്പോർട്ടായി കൂടെ ഉണ്ടാവണം. എല്ലാവർക്കും നന്ദി.